നമസ്കാരം. പതിരും കതിരും. മായാമയനെ പറ്റി മാർക്സിസ്റ്റുകാർ കേട്ടിട്ടുണ്ടോ? വാസ്തുശാസ്ത്രത്തിലും ശില്പകലയിലും അതീവ ജ്ഞാനിയായിരുന്നു മയൻ. പല ദിവ്യമായ കൊട്ടാരങ്ങളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിലെ പാണ്ഡവരുടെ സഭ, രാവണൻ്റെ പുഷ്പക വിമാനം, ഇന്ദ്രലോകം, കൈലാസം ഇവയെല്ലാം അദ്ദേഹമാണ് നിർമ്മിച്ചത്. പാണ്ഡവർക്ക് വേണ്ടി ഈ കോൺട്രാക്ടർ മയൻ മയസഭയും നിർമ്മിച്ചു നൽകി. ഇദ്ദേഹത്തിൻ്റെ നിർമ്മിതികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു: സ്ഥലജല വിഭ്രാന്തി. പ്രസ്തുത മയൻ കേരളത്തിൽ പിണറായിക്ക് വേണ്ടി ഖജനാവിലെ കാശെടുത്ത് നിർമ്മിച്ച വിജയസഭയാണ് ക്ലിഫ് ഹൗസ്. ലോകത്തിലെ സകല സഭകളിലും വെച്ച് അത് അതീവ സുന്ദരമായിരുന്നു. പിണറായി വിജയൻ്റെ മക്കളും കൊച്ചുമക്കളും അവിടെ ദേവന്മാരെ പോലെ കഴിഞ്ഞുകൂടി. കൈലാസത്തിന് വടക്കുള്ള മൈനാക പർവ്വതം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ദേവദത്തം എന്ന പേരിലുള്ള ശംഖും സ്ഥാപിക്കപ്പെട്ടു. കൂടാതെ ജലധാരയും. ഘോരയുദ്ധത്തിന് കാരണമായ ചൂതുകളി ഇവിടെ വെച്ചാണ് നടന്നത്. അന്ന് ഊരാളുങ്കൽ ഉണ്ടായിരുന്നില്ല. പ്രിയരെ, കമ്മ്യൂണിസ്റ്റ് എന്ന വംശവും അതിൻ്റെ കാരണഭൂതനായ പിണറായി വിജയനും പടിയിറങ്ങുകയാണ്. ഇത് വിധിയുടെ കിളിത്തട്ട് കളിയുടെ അവസാന ദിവസമാണ്. നാളെ ജനരോഷാഗ്നി AKG സെൻറ്റർ നട്ടുവളർത്തിയ ഇടതു ഖാണ്ഡവ വനം ദഹിപ്പിക്കും. സകലതും വെന്തു വെണ്ണീറാകും. പൊടിപടലങ്ങളും കറുത്ത പുകയും നിറഞ്ഞ നിർഗമന നാളിയിലൂടെ പിണറായി വിജയനും ഭക്തസംഘവും കുടുംബവും പുറത്തേക്ക് തള്ളപ്പെടും. അതോടെ രാജകിങ്കരന്മാർ പിൻവാങ്ങുകയായി. വെളിച്ചം കാണാത്ത ഗുഹയിലൂടെ ആ കുടുംബത്തിൻ്റെ കൈപിടിച്ച് പിണറായി പലായനം ചെയ്യും. പിന്നാലെ കടൽ ഇരമ്പിച്ചെല്ലും. രാത്രിയുടെ 2-ാം യാമത്തിൽ പിണറായി വിജയൻ ഞെട്ടി ഉണരുകയായി. താൻ കണ്ടത് സത്യമോ മിഥ്യയോ? ആ നിമിഷം മാത്രമാണ് പിണറായി മനുഷ്യനാകുന്നത്. ഞാൻ ആരാണ് എന്ന ചോദ്യം ആ കാതുകളിൽ മുഴങ്ങും. ഒരുപാട് പെണ്ണുടലുകൾ ശാപത്തിൻ്റെ വിത്തുകളുമായി മുമ്പിൽ വന്നു നിൽക്കും. ഘോരമൂർത്തിയായ മലയാലപ്പുഴ അമ്മയുടെ നാട്ടിൽ നിന്നും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും പിന്നിൽ പൊട്ടിയ മൺകുടത്തിൽ നിന്നും നീർ വീഴ്ത്തിക്കൊണ്ട് അവരുടെ 2 പെൺമക്കളും നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കും. വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി ഹർഷിണയും ഉഷാ ജോസഫും. എൻ്റെ മകൻ കണി കണ്ടുണർന്ന നിങ്ങളെ നിങ്ങൾ തന്നെ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹിജ എന്ന അമ്മ. മകൻ ജിഷ്ണു പ്രണോയ് എന്ന മകനെപ്പറ്റി ഓർത്ത് അവർ നെഞ്ചത്തലച്ച് കരയും. ഓപ്പറേഷന് ശേഷം ബോധം കെട്ടുറങ്ങിയ എന്നെ കമ്മ്യൂണിസ്റ്റ് ആസക്തിയോടെ തൊടാൻ വന്നവനെ നിങ്ങൾ സംരക്ഷിച്ചില്ലേ എന്ന് മറ്റൊരു വീട്ടമ്മ. ആ കാഴ്ചയുടെ സത്യം വിളിച്ചു പറഞ്ഞു എന്ന കുറ്റത്തിന് നിങ്ങൾ എന്നെ സ്ഥലം മാറ്റിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു നഴ്സ്. ഞങ്ങൾ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുടെ കണ്ണീര് കാണാത്ത ക്രൂരനായ നിങ്ങളുടെ കുലം മുട്ടിഞ്ഞു പോകട്ടെ എന്ന് ആശാ വർക്കർമാർ. നിങ്ങളുടെ ചികിത്സാ പിഴവ് കൊണ്ട് കൈമുറിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ദീനരോദനം. എനിക്ക് മണ്ണുവാരി കളിക്കണ്ടേ അപ്പൂപ്പ. നാശത്തിൻ്റെ തീപ്പൊരിയും ശാപത്തിൻ്റെ വിത്തുകളും നിങ്ങളെ വിട്ടുപോകില്ല മിസ്റ്റർ പിണറായി വിജയൻ. എത്ര സുന്ദരമായി പ്രജാക്ഷേമ തൽപരനായി നിങ്ങൾക്ക് ഈ നാട് ഭരിക്കാമായിരുന്നു. നിങ്ങൾ പട്ടിണി കിടന്നതിൻ്റെ പകയും ഒറോട്ടി തിന്ന ബാല്യവും ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചു കയറ്റി. അവരോട് നിങ്ങൾ പകരം ചോദിക്കാൻ കാരണമായി അത് കണ്ടു. ഉണ്ട് നിറഞ്ഞവനോട് ഉരുളയും കണ്ടു നിറഞ്ഞവനോട് കടവും വാങ്ങണമെന്ന വാമൊഴി ഓർത്തു പോകുന്നു പിണറായി. ഇത് രണ്ടുമില്ലാത്ത നിങ്ങൾ കൊടുത്തതിനെല്ലാം പാവങ്ങളോട് കണക്ക് ചോദിച്ചു. പിണറായി വിജയനോട് ഒന്നേ പറയാനുള്ളൂ. അത് നിങ്ങളുടെ ഗുരുവായ വിജയൻ മാഷ് പറഞ്ഞതാണ്. ന്യായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ന്യായമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ആ യജ്ഞമുണ്ടല്ലോ, അത് ജീർണതയുടെ ലക്ഷണമായിരുന്നു. ജനങ്ങളിലേക്ക് പോവുക എന്നതിനേക്കാൾ എളുപ്പം ജാതിയിലേക്കും മതത്തിലേക്കും പോവുകയാണെന്ന് പിണറായി വിജയ നിങ്ങൾ കരുതി. അന്ന് തീർന്നോ മിസ്റ്റർ പിണറായി വിജയ നിങ്ങളുടെ ഈ മാർക്സിസം?